ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹ് അദ്ദേഹത്തിൻ്റെ മജ്മുഉൽ ഫതാവയിൽ അദ്ദേഹത്തിൻ്റെ ഫതാവ സമാഹാരത്തിൽ ഒരിക്കൽ പറഞ്ഞു, വ അമ്മൽ ഈമാൻ ബിർ റസൂലി ഫഹുവൽ മുഹിം. നമ്മൾ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചെറിയ വിവരണം സമയത്തിൻ്റെ പരിമിതി അനുസരിച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ശത്രുക്കള പ്രവാചകനെക്കുറിച്ച് അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ മുസ്ലിമീങ്ങളെ ശല്യം ചെയ്യാനും പ്രയാസപ്പെടുത്താനും മാനസികമായിട്ട് നമ്മളെ ബലഹീനരാക്കാൻ അവർ ശ്രമങ്ങൾ നടത്തുന്നു. കൃത്യമായി കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ ആ പ്രവാചകൻ വളരെ സുന്ദരമായ ദഅവത്തുമായിട്ടാണ് ഈ ലോകത്ത് വന്നത്. റഹ്മത്തുല്ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുല്ലിൽ ആലമീൻ. ലോകത്തിന് എല്ലാ നിലക്കുള്ള കാരുണ്യമായി കാണാൻ പ്രവാചകൻ വന്നത്. അങ്ങനെയാണ് ഈ ലോകത്ത് ഫസാദും ഈ ലോകത്ത് കുഴപ്പവും അക്രമവും അനാചാരവും വൃത്തികേടുകളും അത് ചെയ്യുന്നത് മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ ഈ പ്രവാചകൻ്റെ മറുചേരിയിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്, പ്രവാചകൻ്റെ വിരുദ്ധരായി പോകുന്ന ആളുകളാണ്. ചില വിഡ്ഢികളായ ആളുകൾ പ്രവാചകൻ്റെ മാർഗം കൃത്യമായി അറിയാത്തതിൻ്റെ പേരിൽ ചില കൈപ്പയ ചില ആളുകളിൽ ഈ പേരിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. തീവ്രവാദ നിലപാട് കാണിച്ച് ഖവാരിജുകളെ പോലത്തെ ആളുകൾ ആ പ്രവാചകൻ്റെ ജീവിതം, ആ പ്രവാചകൻ്റെ ആദർശം, ആ ദീന് കൃത്യമായി പഠിച്ച ഒരു മുസ്ലിം ഈ ലോകത്തിന് എന്നും ഏത് ലോകത്തും ഏത് കാലഘട്ടത്തും ഏത് സ്ഥലത്തും അവൻ ആ പ്രവാചകനെ പോലെ റഹ്മത്തുല്ലിൽ ആലമീൻ കാരുണ്യമായി കൊണ്ടേ ജീവിക്കാൻ കഴിയുള്ളൂ. ഒരിക്കലും അക്രമത്തിൻ്റെ പക്ഷത്ത് അനീതിയുടെ പക്ഷത്ത് നിൽക്കാൻ സാധ്യമല്ല. നാം ആ പ്രവാചകരിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഈമാൻ കാര്യത്തിൽപ്പെട്ട അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം. മുർസലീങ്ങളിൽ ആ മുർസലീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അവസാനത്തെ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനിൽ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു അവൻ്റെ നിയമങ്ങളും അവൻ്റെ സന്ദേശങ്ങളും അവൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും അടിമകളെ അറിയിക്കാൻ വേണ്ടി അള്ളാഹു ഉത്തരവാദിത്വത്തോടു കൂടെ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ്, മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യർ ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമകൾ, ഉന്നതരായ വ്യക്തിത്വങ്ങളെയാണ് അള്ളാഹു ഈ ബാധ്യതകൾ ഏൽപ്പിക്കൽ താനും. ആ പ്രവാചകനിൽ വിശ്വസിക്കാത്ത കാലത്തോളം ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിം ആവുകയുമില്ല. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ റുക്ന്, അതിൻ്റെ അടിസ്ഥാനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ്. എന്നതുപോലെ തന്നെ വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊന്നും ഒരുത്തനും ഒന്നുമില്ല എന്ന് കലിമത്ത് തൗഹീദിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാ പറയും പോലെ വഅന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്നും പറഞ്ഞേ അംഗീകരിച്ചേ വിശ്വസിച്ചേ മതിയാകും ഒരാൾ മുസ്ലിം ആവണമെന്നുണ്ടെങ്കിൽ. ഒരു ഭാഗം മാറ്റി നിർത്തി മറ്റൊരു ഭാഗം ഒരാൾ കൊണ്ടുവന്നു പറഞ്ഞു ആദരിച്ചു എന്ന് കരുതി അവൻ്റെ ഇസ്ലാമിന് യാതൊരു പ്രസക്തിയും അവൻ്റെ വിശ്വാസത്തിന് യാതൊരു വിലയും ദീനുൽ ഇസ്ലാമിൽ ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. എന്താ അതിൻ്റെ അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചു. ഇന്ന് മുസ്ലിമീങ്ങളെല്ലാവരും അത് പറയുന്നവരാ. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ ലക്ഷ്യം? എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതിൻ്റെ ഉദ്ദേശം ഏറ്റവും ആദ്യം ത്വാഅതുഹു ഫീമാ അമർ. ആ പ്രവാചകൻ കൽപ്പിച്ച ഏതേത് കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ആ പ്രവാചകന് വഴിപ്പെടണം, അനുസരിക്കണം. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, വേഷത്തിൻ്റെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഏതൊക്കെ കാര്യം പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ ആ കാര്യം സഹീഹായ ഹദീസിൽ കൂടെ നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മളത് തല കൊടുക്കണം, അനുസരിക്കാൻ തയ്യാറാവണം. അവിടെ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടം, എൻ്റെ ചോയ്സ്, നമുക്കിതേ തോന്നണുള്ളൂ, നമുക്കിതേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഇങ്ങനെ ഒരു ന്യായം അതിന് പറഞ്ഞ് പിന്മാറാൻ പാടില്ല. നമ്മുടെ നാട് മറ്റുള്ളവരുടെ നാട്, ഈ കാലഘട്ടം ആ കാലഘട്ടമല്ല. പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സഹീഹായ ഹദീസിൽ കൂടെ നമ്മുടെ മുന്നിൽ വന്നാൽ സമിഅനാ വ അത്വഅനാ, കേട്ടു ഞങ്ങൾ അനുസരിച്ചു. ഖലാസ്. നമുക്കത് പറ്റിയില്ല, നാട്ടുകാരത് അംഗീകരിച്ചില്ല. നമ്മുടെ നാട്ടിൽ പതൊന്നും അതൊക്കെ സംവിധാനങ്ങൾ ഒരുക്കി തരുന്ന അള്ളാഹുവാണ്. ഇതിലേറെ ഭീഷണിയുള്ള സമൂഹങ്ങളിൽ ആളുകൾ ഇസ്ലാമുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരതനുസരിച്ച് ആദർശമനുസരിച്ച് ജീവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് ഭീഷണികൾ, ആക്രമണങ്ങൾ, എതിർപ്പുകൾ അത് അള്ളാഹു സുബ്ഹാനഹു സംവിധാനങ്ങൾ മാറ്റിത്തരുന്നത്, ഒരുക്കി തരുന്നത്. അള്ളാഹുവിൽ തവക്കുലാക്കി, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുക. പ്രവാചകൻ കൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് പാലിക്കാൻ ത്വാഅതുഹു ഫീമാ അമർ. അതേപോലെ തന്നെ വതസ്ദീഖുഹു ഫീമാ അഖ്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുള്ളത്, ഖിയാമത്ത് നാൾ വരാനുള്ളത്,
ഇനി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ സത്യമാണ്. ദജ്ജാൽ വരും, ഇല്ല ദജ്ജാലൊന്നും വരൂല, അതൊക്കെ വെറുതെ തോന്നലുകളാണ്. സിഹിറുണ്ട്, അല്ല സിഹിറൊന്നുമില്ല, അതൊക്കെ വെറുതെ അതങ്ങനെ രോഗവും അസുഖവും കാര്യങ്ങളൊന്നും അല്ലേ അങ്ങനെ പറയുന്ന ആളുകളില്ലേ നമ്മുടെ നാട്ടിലൊക്കെ. തൗഹീദിൻ്റെ വക്താക്കളായെന്ന് പറഞ്ഞ് കണ്ണേറുണ്ട്, കണ്ണേറൊന്നുമില്ല, അങ്ങനെയൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞ അന്ധവിശ്വാസമാണ്. ഇല്ല അതൊക്കെ സത്യം. അല്ല ഐനു ഹഖുൻ, കണ്ണേറ് സത്യമാണ്. സിഹിറുണ്ട്, സിഹിറിന് അതിൻ്റേതായ തഅ്സീറുകൾ ഫലം ചെയ്യും. അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടെ ആളുകളെ രോഗിയാക്കും, മരിപ്പിക്കും, ആളുകളെ വൈകല്യങ്ങളുണ്ടാക്കും, അസ്വസ്ഥങ്ങളുണ്ടാക്കും, ഭ്രാന്തുണ്ടാക്കും. സത്യമാണ്, സത്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചുള്ള അധ്യാപനങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ സമയന സദ്ദഖന, ഞങ്ങൾ കേട്ടു, പ്രവാചകർ പറഞ്ഞത് കേട്ടു, സത്യമാണ്, ഞങ്ങൾ അംഗീകരിച്ചും ചെയ്തു. അവിടെ പിന്നെ എൻ്റെ ബുദ്ധിക്കനുസരിച്ച്, എൻ്റെ യുക്തിക്കനുസരിച്ച് മറ്റേ ഷേഖ് അങ്ങനെ പറഞ്ഞു, ഈ കിതാബിൽ ഇങ്ങനെ പറഞ്ഞില്ല, ആ ന്യായീകരണങ്ങളിലേക്ക് പോകാൻ പാടില്ല. തസ്ദീഖുഹു ഫീമാ അഖ്ബർ, അല്ലാഹുവിൻ്റെ റസൂൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ഇന്നതുണ്ടാകും, ഖബറിൽ നിന്ന്. നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു പള്ളിയിൽ വെച്ചിട്ട് ക്ലാസ് നടത്തി കഴിഞ്ഞ സമയത്ത് ഒരു സഹോദരൻ, ഞാൻ ഖബറിലെ ശിക്ഷനെ കുറിച്ചൊക്കെ കാര്യം പറഞ്ഞ സമയത്ത് ഒരു സഹോദരൻ, ഖബറിലെ ശിക്ഷ സത്യത്തിലുണ്ടോ, അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയൂലല്ലോ. എന്നിട്ട് അദ്ദേഹം തെളിവും പറഞ്ഞു, എൻ്റെ മുന്നിൽ വന്നിട്ട് ഒരായത്ത് തെളിവും പറഞ്ഞു, സൂറത്ത് യാസീനിലുണ്ടല്ലോ, ഖാലൂ മൻ, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ആരാണ് നമ്മളെ ഉണർത്തിയത്? അപ്പോൾ നമ്മൾ ഖബറിൽ ഉറങ്ങുകയാണ്, ഒന്നും അറിയാതെ ഉറങ്ങുകയല്ലേ. സൂറത്ത് യാസീനിൽ തെളിവ്, സുബ്ഹാനല്ലാഹ്, തെളിവ് പറഞ്ഞു. അപ്പോൾ ഈ ഉറക്കിൽ നിന്ന് ആരാണ് നമ്മളെ ഉണർത്തിയത്? അപ്പോൾ ഖബറിൽ ഉറക്കുക എന്നല്ലേ ഖുർആനിക ആയത്തിലുള്ളത്. പിന്നെ നിങ്ങൾ എങ്ങനെ അതിൽ ഖബർ ശിക്ഷ? ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ബറാ ഇബ്നു ആസിബ് ഹദീസ് പറഞ്ഞു കൊടുത്തു. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പല ജാതി നിഅമത്തുകളും അനുഗ്രഹങ്ങളും കണ്ട് ആസ്വദിക്കുന്നതും ശിക്ഷകളും ദുരിതങ്ങളും വന്നിട്ട് നമ്മൾ അതിൻ്റെ പേരിൽ പെടയുന്നതും പ്രയാസപ്പെടുന്നതും, ഉണർന്നു കഴിഞ്ഞാൽ പോലും അതിൻ്റേതായ പ്രകമ്പനങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്ന് അനുഭവങ്ങളില്ലേ? ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിലേറെ ശക്തമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. മറ്റൊരു കാര്യം, ഖബറിലുള്ള ഈ കാര്യങ്ങൾ അത് പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷകളൊക്കെ ഉള്ള അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഈ ഖബറിലുള്ള ശിക്ഷകളാണെങ്കിലും ദുരിതങ്ങൾ ഒരു ഉറക്കൽ അനുഭവപ്പെട്ടതുപോലെ ഉണ്ടാകുള്ളൂ. അതിൻ്റെ ശേഷം മഹ്ശറിൽ അതികഠിനമായ ശിക്ഷകളാണ് കുഫാറുകളാണെന്നുണ്ടെങ്കിൽ. അപ്പം അവർ പറഞ്ഞതാണ്, ഞങ്ങൾ കുറച്ച് സ്വസ്ഥതയിലായിരുന്നല്ലോ, ആരെ നമ്മളെ ഉണർത്തിയത്, ഇതുപോലത്തെ അർത്ഥങ്ങൾ എന്നല്ലാതെ ഖബറിൽ ശിക്ഷ അല്ല. അതൊന്നും പ്രവാചകൻ ഹദീസൊന്നും ശരിയല്ല, തള്ളാൻ പാടില്ല. തസ്ദീഖുഹു ഫീമാ അഖ്ബർ. അതേപോലെ വജ്തിനാബു മാ അൻഹു നഹാ വസജർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കണം. അള്ളാഹിനെ മാത്രം ആരാധിക്കണം, ശിർക്ക് ചെയ്യരുതേ എന്ന് പറയാം. ഞാൻ പ്രവാചകൻ്റെ മീലാദ് ആഘോഷിക്കാൻ സ്നേഹനിധിയാണ്, അമ്പലത്തിൻ്റെ മുന്നിൽ ചെന്ന് വിഗ്രഹത്തിൻ്റെ മുന്നിൽ ചെന്ന് ആദരിക്കും ചെയ്യുക. വൈരുദ്ധ്യങ്ങൾ നോക്കിയേ നിങ്ങൾ, വൈരുദ്ധ്യങ്ങൾ നോക്കി. പ്രവാചകൻ അള്ളാഹിനെ മാത്രം ആരാധിക്കണം, നിങ്ങൾ ശിർക്ക് ചെയ്യരുതേ. അള്ളാഹു അല്ലാത്ത താകൂത്തുകളെ നിങ്ങൾ ആദരിക്കാനും ബഹുമാനിക്കാനും ആരാധിക്കാനും പോകരുത്. ഇവിടെ പറയാം, ഞങ്ങൾ പ്രവാചകൻ്റെ അനുയായികളാണ്, മീലാദ് നബി ആഘോഷിക്കുകയാണ്, മഹബത്ത് പ്രകടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിങ്ങനെ പോയിട്ട് വിഗ്രഹത്തിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ വിഗ്രഹത്തിനെയും ആരാധിച്ചു. ഈ പ്രവാചകൻ്റെ അധ്യാപനത്തിലൊരു വരിയില്ലേ നിങ്ങൾ? എന്ത് സ്നേഹമാണ് നിങ്ങളീ പറയുന്നത്? അപ്പോൾ പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ അതൊഴിവാക്കാൻ തയ്യാറാവണം. അതേപോലെ അല്ലാ യുഅബദല്ലാഹ ഇല്ലാ ബിമാ ശറഅ, അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് നിയമമാക്കി പഠിപ്പിച്ചു തന്ന ആ നിലക്കല്ലാതെ ഒരു ഇബാദത്തും ചെയ്യാനും പാടില്ല. ദിക്റോ സ്വലാത്തോ നിസ്കാരോ വേറെ ഏതെങ്കിലും മീലാദുൻ നബിയോ ചടങ്ങുകളോ ചാവടിയന്തരങ്ങളോ കണ്ണു പോകുന്നതോ മൂന്ന് പോക്കും ഒരു ചടങ്ങും പ്രവാചകൻ പഠിപ്പിക്കാത്തത് നമ്മൾ ചെയ്യാനും പാടില്ല. നല്ലതല്ലേ? അത് നല്ല കാര്യങ്ങളല്ലേ? അതിനെന്താ പ്രശ്നങ്ങൾ? ഇല്ല. മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സമയത്ത് നിസ്കാരം പാടില്ലാത്ത സമയങ്ങളുണ്ട്. ഇപ്പോൾ ഫജ്ർ നിസ്കരിച്ചാണ്ട് സൂര്യ ഉദിക്കുന്നത് വരെ ആ സമയത്ത് ഒരാൾ വന്ന് കാണും നിസ്കരിക്കാൻ നിന്നു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യ ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, 2 റക്അത്ത് നിസ്കാരം, എന്താണ് അതിൽ തെറ്റ്? അബൂ അബ്ദുള്ള, 2 റക്അത്ത് നിസ്കാരമല്ലേ, നിസ്കാരത്തിന് എന്താ തെറ്റ്? അപ്പം അദ്ദേഹം കൊടുത്ത മറുപടി, നിസ്കാരത്തിനല്ല തെറ്റ്, അള്ളാഹുവിൻ്റെ റസൂലിനെ എതിര് ചെയ്യാന്നുള്ള പണിയാണ് നീ ചെയ്യുന്നത് കൊണ്ടുണ്ടായത്, അതാണ് തെറ്റ്. ബിദ്അത്ത് ചെയ്യുന്ന അനാചാരങ്ങൾ ചെയ്യുന്ന ആളുകളോട് മുഴുവനും നമുക്ക് പറയാനുള്ളത് ഈ മറുപടിയാണ്. നിങ്ങൾ ചെയ്യുന്ന സലാത്തിന് എന്താ തെറ്റ്? ദാനധർമ്മത്തിന് എന്താ തെറ്റ്? അന്നദാനത്തിന് എന്താ തെറ്റ്? നിസ്കാരത്തിന് എന്താ തെറ്റ്? ദിക്റിന് എന്താ തെറ്റ്? നമ്മൾ അതിനെല്ലാം വിമർശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിര് ചെയ്യാന്നുള്ള ഒരു പണി ഈ കാര്യത്തിൽ കൂടെ നടക്കുന്നു, അതാണ് തെറ്റ്, അതാണ് തെറ്റ്. പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ചല്ലാതെ ഒരു ഇബാദത്തും ഒരു കാര്യം നമ്മൾ ചെയ്യാനും പാടില്ല. ഇതാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ഇതാണ്, അർത്ഥം ഇത്. നമ്മൾ ഈ പറയുന്ന നിലക്ക് കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂല എന്ന് വിശ്വസിച്ചവരാണ്, അംഗീകരിച്ചവരാണ്, സാക്ഷ്യം വഹിച്ചവരാണ്. ഇതിൽ എവിടെയെങ്കിലും വീഴ്ച വരുത്തിയ ആളുകളാണെങ്കിൽ ആ പറയുന്ന ആദർശത്തിൽ വികലതയും വീഴ്ചയും ഈ വ്യക്തിക്ക് പറ്റിപ്പോകുന്നുണ്ട്.
അത് തിരുത്താൻ തയ്യാറാവണം. ബാറക്കല്ലാഹ്.